നമസ്കാരം. ജ്യോതിഷഭാരതിയിലേക്ക് സ്വാഗതം. ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ ഇന്ന് നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെ ഒന്ന് പരിചയപ്പെടാം. പൂരുരുട്ടാതി വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ്. പൂരുരുട്ടാതിയുടെ വൃക്ഷമാണ് മാവ് അല്ലെങ്കിൽ തേന്മാവ്. വളരെ വലിപ്പമുള്ള ഈ നിത്യഹരിത വൃക്ഷം എല്ലാവർക്കും സുപരിചിതമാണ്. രക്തത്തെ ശുദ്ധീകരിക്കുന്നതും അതുപോലെ വിരശല്യം ഇല്ലാതാക്കുന്നതും ഹൃദയാരോഗ്യത്തിന് ഗുണപ്രദവുമായ ഒരു ഫലമാണ് മാമ്പഴം. മംഗളകരമായ വൃക്ഷമാണിത്. ആമ്രം എന്ന പേരിലാണ് മാവ് അറിയപ്പെടുന്നത്. പഞ്ചവടിയിലും ചിത്രകൂടത്തിലും മാവുണ്ടായിരുന്നതായി രാമായണത്തിൽ പരാമർശമുണ്ട്. ആമ്ര എന്ന പേരുകൂടി മാവിനുണ്ട്. കൂടാതെ രസാള, സഹകാര, പികവല്ലഭ, മധുദൂത, സൗരഭം, കാമാങ്കം, മാഗന്ധം എന്നീ പര്യായ ശബ്ദങ്ങളും സംസ്കൃതത്തിൽ മാവിന് ഉണ്ട്. മാമ്പഴച്ചാറിൽ നിന്നും രസോത്തര, മഹാസുര, സാംഭാരി എന്നീ 3 തരം മദ്യം ഉണ്ടാക്കിയിരുന്നതായി അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മാവിൽ പ്രജാപതി വസിക്കുന്നതായി ഹിന്ദുമത വിശ്വാസമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒഴികെ എല്ലായിടത്തും 1200 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും നനവാർന്ന നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും ഈർപ്പ വനങ്ങളിലും മാവ് വളരുന്നുണ്ട്. മാവിൻ്റെ മൂപ്പെത്തിയ ഇല പരുക്കനും തളിരില വളരെ മൃദുവുമാണ്. മകരമാസത്തിൽ പൂക്കുന്നു. വളരെ വലിപ്പമേറിയതും പന്തലിച്ച് വളരുന്നതുമായ നിത്യഹരിത വൃക്ഷമാണിത്. ഇലകൾ ഏകാന്ത രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 12 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ നീളവും 3 മുതൽ 6 സെൻറ്റിമീറ്റർ വരെ വീതിയുമുണ്ടാകും. പൂക്കുല ശാഖ അഗ്രങ്ങളിലാണ്. പൂക്കൾ വളരെ ചെറുതും ഇളം പച്ച കലർന്ന വെള്ള നിറത്തിലും ഉള്ളതാകും. ഒരു പൂക്കുലയിൽ തന്നെ ദ്വിലിംഗ പുഷ്പങ്ങളും ആൺപൂക്കളും ഉണ്ട്. ഓരോ പൂവിനും 4 മുതൽ 5 വരെ കേസരങ്ങൾ ഉണ്ടാകും. ഒന്നിനു മാത്രമേ ഉൽപാദന ശേഷി ഉണ്ടാവുകയുള്ളൂ. അപക്വ ഫലത്തിൽ ടാർട്ടാനിക് അമ്ലം, മാലിക് അമ്ലം, സിട്രിക് അമ്ലം, ജലം, സെല്ലുലോസ്, അലേയ ലേയ ഭസ്മങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പഴുത്ത ഫലത്തിൽ ബെൻസോൾ, ഗാലിക് അമ്ലം, ടാനിൻ, അധിക മാത്രയിൽ വിറ്റാമിൻ എ, ബി, സി, പഞ്ചസാര, കൊഴുപ്പ്, സ്റ്റാർച്ച് ഇവ അടങ്ങിയിരിക്കുന്നു. അപക്വ ഫലം പിത്തവും വാതവും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പക്വഫലം പിത്തവും വാതവും ശമിപ്പിക്കുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. പക്വഫലം ശരീരപുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശരീരവേദനയ്ക്ക് പഴുത്ത മാവിലയിട്ട് വെന്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി എന്നൊരു അഭിപ്രായമുണ്ട്. കേരളീയർ മാവില ദന്തധാവനത്തിന് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. ഈ പഴുത്ത മാവില കൊണ്ട് പല്ലു തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകുമെന്നും കളഭം മണക്കുമെന്നും ഒരു പഴമൊഴിയുണ്ട്, അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നുണ്ട്. മാവിൻ്റെ തളിർ, അതായത് മാന്തളിർ, കർണരോഗങ്ങൾക്കും ഉഷ്ണപുണ്ണിനുമുള്ള മരുന്നാണ്. മാവിൻ്റെ തൊലിയും പരിപ്പും അതിസാരത്തിന് നല്ലതായി പറയുന്നു. തളിര് ഇല 510 ഗ്രാം ഇളനീരുമായി ചേർത്ത് 7 ദിവസം 2 നേരം കഴിച്ചാൽ മഞ്ഞപ്പിത്ത രോഗത്തിന് ശമനം കിട്ടുമെന്ന് അഭിപ്രായമുണ്ട്. ശിവന്റെ തപസ്സിളക്കാൻ കാമദേവൻ അയച്ച ബാണപുഷ്പങ്ങളിൽ ഒന്ന് മാമ്പു ആയിരുന്നു. ഈ മാവിൻ്റെ തടിക്ക് ഈടും ഉറപ്പും അല്പം കുറവായിരിക്കുകയും ചെയ്യും. ഹരി ഓം തത്സത്. ജ്യോതിഷഭാരതി.